നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ചില ആളുകളുണ്ട്, അവർ മാർക്കറ്റിൽ എത്ര രൂപ വേണമെങ്കിലും കളയും. പക്ഷേ ഒന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള പ്രീമിയം ഗ്രൂപ്പിലോ ചേരാൻ അവർ മടി കാണിക്കും. അത് എല്ലാവരുടെയും അവസ്ഥ അത് തന്നെ. കാരണം മാർക്കറ്റിൽ ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ട് അവർ പ്രയാസത്തിലിരിക്കുമ്പോൾ 1000 രൂപയെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ 500 രൂപയെങ്കിൽ 500 രൂപ, പിന്നെ നമ്മൾ പുറത്ത് ചിലവാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നും. എന്താവട്ടെ, ഇന്ന് ഞങ്ങൾ മൊത്തം 8 ലെവലാണ് നോക്കിയത്. 7 പ്രോഫിറ്റിലാണ്, ഒരെണ്ണം SL ഇട്ടടിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഡെറിവേറ്റുകളുടെ എക്സ്പയറിയെ തുടർന്ന് ഒരു ഹ്യൂജ് സൈഡ് വേയിലൂടെ നീങ്ങിയ മാർക്കറ്റ് അവസാനം ക്ലോസ് ചെയ്തത് ഗ്രീനിൽ. സെൻസെക്സ് 195 പോയിൻ്റ് ഉയർന്ന് 72,500-ലും, നിഫ്റ്റി 31 പോയിൻ്റ് പോസിറ്റീവിൽ 21,982-ലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ അദാനി എൻ്റർപ്രൈസസ്, ടാറ്റ കൺസ്യൂമർ, M&M, ഇൻഡസിൻഡ് ബാങ്ക്, അദാനി പോർട്സ് തുടങ്ങിയ ഓഹരികൾ പോസിറ്റീവിലായപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഓട്ടോ, LTI, മിൻട്രി, ഏഷ്യർ മോട്ടോഴ്സ്, UPL തുടങ്ങിയവ നെഗറ്റീവിലും ക്ലോസ് ചെയ്തു. സെക്ടറൽ ഇൻഡെക്സിൽ ഹെൽത്ത് കെയർ ഒഴികെ മറ്റെല്ലാം പോസിറ്റീവിലാണ്. BSE മിഡ് ക്യാപ്പ് ഏകദേശം 1%, സ്മോൾ ക്യാപ്പ് 0.5% ഉയർന്നു. വിയാകോം 18-ൻ്റെ മീഡിയ എൻ്റർടൈൻമെൻറ്റ് വിഭാഗവുമായി സ്റ്റാർ ഇന്ത്യ ലയിപ്പിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചതിന് പിന്നാലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഷെയർ 0.5%-ലധികം ഉയർന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ സിയോൾ, ടോക്കിയോ, ഹോങ്കോങ് എന്നിവ മൈനസിലായപ്പോൾ ഷാങ്ഹായ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ മിക്കതും ഇപ്പോൾ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റിൽ ഒരു നേരിയ മൈനസിലായിരുന്നു ക്ലോസ് ചെയ്തത് ബുധനാഴ്ച. നമുക്കിനി നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകൾ പരിശോധിക്കാം. ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതായിരുന്നാലും 2 സ്റ്റോക്കുകൾ മിനിഞ്ഞാന്ന് കൊടുത്തിരുന്നു, അതിൻ്റെയും നോക്കണം. നാളെ നിഫ്റ്റി 22,000 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. 21,940 സെക്കൻഡും 21,860 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 22,090 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്. 22,170 സെക്കൻഡും 22,230 തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 46,020 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്. 45,910 സെക്കൻഡും 45,660 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 46,320 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. 46,750 സെക്കൻഡും 46,970 തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ലെവൽ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചൊവ്വാഴ്ച കൊടുത്ത 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ആദ്യത്തേത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2,410-ലാണ് ബൈ പറഞ്ഞിരുന്നത്. ഓപ്പൺ ചെയ്തത് 2,416-ലായിരുന്നു. പിന്നീട് 2,417 ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴത്തേക്ക് വന്നു. ഏകദേശം 2,406 വരെ വന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു എൻട്രി ലഭിച്ചു. അതിൽ തിരിച്ച് കയറുന്ന സമയത്ത് 2,410 എടുത്തിട്ടുണ്ടാവും. 2,425 ഹൈ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് 2,420-ഉം 2,425-ഉം 2,430-ഉമായിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത് മാക്സ് ഹെൽത്ത് ആയിരുന്നു. മാക്സ് ഹെൽത്ത് 857-ലായിരുന്നു ഓപ്പൺ ചെയ്തത്. നമ്മുടെ എൻട്രി 862-ലായിരുന്നു. അതുകൊണ്ട് മേലേക്ക് പോകുന്ന സമയത്ത് എൻട്രി ലഭിച്ചു. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 868.55 പൈസയാണ്. നമ്മുടെ ടാർഗറ്റ് 867-ഉം 872-ഉമായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ആദ്യത്തേത് ഇന്ത്യ ഹോട്ടലാണ്. ഇന്നത്തെ 5,589.75 പൈസ ക്രോസ് ചെയ്താൽ 590 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 587 സ്റ്റോപ്പ് ലോസ് വെക്കണം. 593, 596 എന്നിങ്ങനെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. രണ്ടാമത്തേത് ഇൻഫിയാണ്. ഇൻഫിയും അതുപോലെ തന്നെ നേരത്തെ പ്രിവ്യൂ ഹൈ, ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് 1,682-ആണ്. ഇതിനു മുമ്പുള്ള ഹൈ 1,687.80 പൈസയാണ്. അതുകൊണ്ട് നമുക്കത് ക്രോസ് ചെയ്താൽ 1,688-ൽ ഒരു എൻട്രി പോസിബിളാണ്. 1680 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1695, 1705 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാം.
അതിന് മേലെ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ബൈ.